ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിൻ്റെ LDCയുടെയും ഗാദി ബോർഡ് LDCക്ക് വേണ്ടിയുള്ള ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. 90 മിനിറ്റ് ആണ്, അതായത് 1.5 മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. 2. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഉത്തരം ഓപ്ഷൻ സി only 3. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ്ങിന് ശേഷം ഹുവാ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഉത്തരം ഓപ്ഷൻ ഡി only 4. 4. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഉത്തരം ഓപ്ഷൻ എ only 1. ചുവടെ തന്നിരിക്കുന്നവർ ശരിയായ ജോഡികൾ ഏത്? നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. 6. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. 7. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂവൽക്കരണ സഹായി. ഉത്തരം ഓപ്ഷൻ ബി ഭൂഗർഭജലം. 8. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു. ഉത്തരം ഓപ്ഷൻ ഡി ടാൽക്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഉത്തരം ഓപ്ഷൻ എ സംഭാവന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഉത്തരം ഓപ്ഷൻ സി മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ. 14. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളവെടുക്കുന്ന സമയം. ഉത്തരം ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന് അറിയപ്പെടുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഉത്തരം ഓപ്ഷൻ ബി 4. താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OC എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3, 4.
ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനെ മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? പണ്ഡിറ്റ് താക്കൂർദാസ്, ജവഹർലാൽ നെഹ്റു, ജസ്റ്റിസ് ഹിദായത്തുള്ള. ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ സി 3, ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏതു വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? നിർദ്ദേശക തത്വങ്ങൾ ദക്ഷിണാഫ്രിക്ക, മൗലിക കർത്തവ്യങ്ങൾ അയർലൻഡ്, അവശിഷ്ട അധികാരങ്ങൾ റഷ്യ, ഭരണഘടനാ ഭേദഗതി കാനഡ. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭ അംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ മോണ്ടസ്ക്യൂ, നിയമങ്ങളുടെ അന്തസത്ത ഇന്ദിരാഗാന്ധി, ഇന്ത്യ 2020 ഹംഫ്രി ബർക്കലി, മൈ ട്രൂത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഉത്തരം ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏവ? ബൽവന്ത് റായ് കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ഉത്തരം ഓപ്ഷൻ സി 2, PK തുങ്കൻ കമ്മീഷൻ 1990. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന ഏവ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019ലാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ഉത്തരം ഓപ്ഷൻ ബി 2, 10ാം പട്ടിക. ചേരുംപടി ചേർക്കുക. അഭയകിരണം, മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാകിരണം, PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താലോലം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാജ്യോതി പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. ഉത്തരം ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏവ? കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഉത്തരം ഓപ്ഷൻ സി 4. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഇടത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ, ഇടത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ, വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ, വലത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ. ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പെറ്റാബോട്ടിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ വൈറസ്, ടൈഫോയിഡ് വിരകൾ, അസ്കാരിയാസിസ് പ്രോട്ടോസോവ, ജലദോഷം ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ സി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഒമിക്രോൺ. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ കീ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ്. 39. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും
പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഉത്തരം ഓപ്ഷൻ സി ഘർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ബി സമവർത്തുള ചലനം. 41. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ്. 42. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ബി Cl3. 44. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി XY2. 45. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഉത്തരം ഓപ്ഷൻ ബി 1 തെറ്റും 2 ശരിയുമാണ്. താഴെ പറയുന്നവർ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമത് ഹൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ സി MP വീരേന്ദ്രകുമാർ. 48. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. 50. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഉത്തരം ഓപ്ഷൻ ബി K സച്ചിദാനന്ദൻ. 51. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതം ആയാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 8√2 സെന്റിമീറ്റർ സ്ക്വയർ. 52. 28 ക്യൂബ് പ്ലസ് -15 ക്യൂബ് പ്ലസ് -13 ക്യൂബിന്റെ വില എത്ര ആയിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 16,380. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഉത്തരം ഓപ്ഷൻ ബി 300. 0.04 - 1.5ന്റെ വില. ഉത്തരം ഓപ്ഷൻ ഡി 125. ഒരു കോഡ് ഭാഷയിൽ ബോയ് = 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വുമൺ = 65, ഗോഡ് = 9. ഉത്തരം എ 1 തെറ്റും 2 ശരിയുമാണ്. ഒറ്റയാൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 150. 57. ABC-യുടെ ശരാശരി M ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A² B² C² ശരാശരി എത്ര? ഉത്തരം ഓപ്ഷൻ ബി 3 മീറ്റർ സ്ക്വയർ. ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ഉത്തരം ഓപ്ഷൻ എ 44. ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 59ന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 60. അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 110. 61. I have never been to Paris before, she exclaimed. She exclaimed that dash to Paris before. ഉത്തരം ഓപ്ഷൻ സി she had never been. 62. I regret dash you that the event has been cancelled. ഉത്തരം ഓപ്ഷൻ സി to tell. 63. When I arrived they dash for over an hour. ഉത്തരം ബി had be waiting. 64. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. ഉത്തരം ഓപ്ഷൻ സി asset. 65. The artist painted a beautiful landscape dash the canvas. ഉത്തരം ബി on to. 66. The negotiations between the two countries finally dash after weeks of discussions and the war began. ഉത്തരം ഓപ്ഷൻ സി broke down. 67. The dictator's ability to notice the dash details led to the solving of the complex mystery. ഉത്തരം ഓപ്ഷൻ ബി silent. 68. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. ഉത്തരം ഓപ്ഷൻ ബി dead end. 69ാമത്തെ ക്വസ്റ്റ്യൻ ഫൈനൽ കീ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ്. 70. Despite facing numerous obstacles, she displayed a remarkable dash throughout the challenging project. ഉത്തരം ഓപ്ഷൻ ബി tenacity. 71.
സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കാറ്റുള്ളപ്പോൾ തൂറ്റണം. 72 പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി, പാണിയും പാദവും. 73 പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അധ്യാപകർ. ബണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. അളി, ഭ്രമരം, മധുമം, ഭൃംഗം. 75 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, അനുഗ്രഹീതൻ. 76 പിരിച്ചെഴുതുക, വിണ്ടലം. ഉത്തരം ഓപ്ഷൻ സി, വിൻ പ്ലസ് സ്ഥലം. 77 ചേർത്തെഴുതുക, കൽ പ്ലസ് മതിൽ. ഉത്തരം ബി, കന്മതിൽ. 78 ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ എ, പ്രയോജനമില്ലാത്ത വസ്തു. 79 വിപരീത പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, നിമീലനം. 80 ഒറ്റ പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ഉത്തരം ഓപ്ഷൻ എ, ജിജ്ഞാസ. അടുത്ത ക്വസ്റ്റ്യൻ 81. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പി കുഞ്ഞിരാമൻ നായർ. 82 2023 പുറത്തിറക്കിയ ദ കവന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, എബ്രഹാം വർഗീസ്. 83 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വാങ്കരി മാതൈ. 84 ദി സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, എ ജെ ക്രോണിൻ. 85 കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി രൂപമാണ് അലാമിക്കളി? ഉത്തരം ഓപ്ഷൻ ഡി, കാസർഗോഡ്. 86 സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. ഉത്തരം ഓപ്ഷൻ ബി, അലൂമിനിയം. 87 ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജോൺ ഡാൾട്ടൺ. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി, എയും സിയും. ഓക്സിജൻ, സൾഫർ. അക്വ റീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? ഉത്തരം ഓപ്ഷൻ സി, HCl HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. ഉത്തരം ഓപ്ഷൻ ബി, Na2CO3 10H2O. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ, ആവൃത്തി. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി, UAE. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി, -40 ഡിഗ്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3. ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സെർഷോററി. താഴെ കൊടുത്തിരിക്കുന്നതിന് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 2ഉം 4ഉം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 44. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഉത്തരം ഓപ്ഷൻ എ, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. ഉത്തരം ഓപ്ഷൻ സി, PK തുങ്കൻ കമ്മിറ്റി. സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള 100 മാർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SSCRTയുമാണ്. സമയം സെറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നത് ആയിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.